ഇന്ന് നീത ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സാധനം നേരത്തെ ബേക്കറി കാണുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എന്താ വെച്ചാൽ അവിടെ ഒരു മറ്റേ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചേക്കും. ഞാനിത് വേറെ എന്തോ മൈദമാവ് കടലമാവ് അതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയിട്ട് സിറപ്പിലൊക്കെ ഇട്ട് കുതിർത്തി വെച്ചേക്കെന്ന് ഓർത്തിട്ട് എനിക്ക് സാധനം കാണുന്നതും ഇഷ്ടമല്ല. ഇവർ വാങ്ങിച്ചു തരാൻ പറയുന്നില്ല. ഞാൻ വലിയ താല്പര്യം കഴിക്കില്ല. എന്നിട്ട് ഞാൻ 1-2 തവണ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മറ്റേ ഒരു ഇതിലൊക്കെ ആ വെള്ളവും എല്ലാം കൂടി കോരി ഒരു ബോക്സിലാക്കി തരും, ആ സിറപ്പെല്ലാം കൂടി കോരി. അപ്പോൾ ഞാനിവിടെ കൊണ്ടു വെക്കും. ഒരു തവണ ഞാൻ എടുത്ത് പതിയെ കഴിച്ചു നോക്കി. എന്നിട്ട് മനസ്സിന് ഇഷ്ടമില്ലാതെ നമ്മൾ കഴിച്ചാൽ ഒട്ടും ഇഷ്ടാവില്ലല്ലോ. ഞാൻ കുറച്ച് മാത്രം കഴിച്ചിട്ട് ഞാൻ കൊടുത്തു. എനിക്ക് ഇഷ്ടമില്ല. ഇത്രയും കാലം ഇത്ര വയസ്സായി, ഈ വയസ്സിനുള്ളിൽ ഞാനിത് കാശ് കൊടുത്ത് ഞാനായിട്ട് മേടിച്ച് കഴിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി മേടിച്ചപ്പോൾ ഒരു കടി അടിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പൊ ഒരു പീസ് കഴിച്ചു നോക്കിയതാ. ഞാൻ പറയണത് കഴിഞ്ഞിട്ടും പറ. അപ്പൊ ഇവർക്ക് വേണ്ടി മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കിയതാ. അപ്പൊ മനസ്സിന് ഇഷ്ടമില്ലാതെ കഴിച്ചു ഇങ്ങനെ കുറച്ച്. അപ്പോ പിന്നെ ഞാനിത് മനസ്സിന് ഇഷ്ടപ്പെട്ട് കഴിച്ചപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നീത് ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കാണ് ഞാനിത് കാണുന്നത്. ഇത് പാൽപ്പൊടിയിൽ നെയ്യൊക്കെ മിക്സ് ചെയ്ത് വളരെ രാജകീയമായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. നെയ്യ് കണ്ടതുകൊണ്ടാണ് പ്രത്യേകിച്ച്. പാൽപ്പൊടി നെയ്യിൽ മിക്സ് ചെയ്ത് ബോൾ പോലെ ഉരുട്ടി അത് എണ്ണയിൽ വറുത്തെടുത്ത് അപ്പൊ തന്നെ അത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. നമ്മളിത് എന്തുകൊണ്ടാണ് ചെയ്യണേന്ന് അറിഞ്ഞാലേ നമുക്ക് അതിനോട് കൂടുതൽ താല്പര്യം തോന്നുന്നു. പല കാര്യം വേറെ രീതിയിൽ അത് നമ്മൾ വിചാരിച്ച് ഇഷ്ടമില്ലാതെ കഴിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുത്തതിന് ശേഷമാണ് ഇത് മറ്റേ സിറപ്പിലേക്ക് ഇടുന്നത്, ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നത്. ഞാനപ്പോൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുത്തപ്പോൾ തന്നെ ഒരു 3-4 ജനം കഴിക്കാൻ. അതിന് നല്ല സൂപ്പർ ടേസ്റ്റ്. അത് വേറെ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ഷുഗർ സിറപ്പിൽ ഇടണമെന്ന് ഞാൻ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. എനിക്ക് കൂടുതലും ഇഷ്ടമായത് ആ പൊരിച്ചെടുത്തത് എണ്ണയിൽ നിന്നെടുത്ത് എൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞെടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം ഞാനെടുത്ത് കഴിച്ചു. ഒരു 2 എണ്ണം കഴിച്ചു ആദ്യത്തെ ദിവസം. പിന്നെ പിറ്റേ ദിവസം 2 എണ്ണം കഴിച്ചു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോ. ഈ സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കണേന്ന് അറിഞ്ഞിട്ട് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ ഈ വിവരം ഞാൻ പറയാം. നീതയ്ക്ക് ഇതേക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. നീതൊക്കെ അറിയാമായിരുന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കുക്കറി ഷോയിൽ അതാണ് എനിക്കിത് അറിയില്ല. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇഷ്ടപ്പെടാത്തത്. ഞങ്ങൾ ഇതിനു മുൻപ് 2-3 പ്രാവശ്യം വീട്ടിലുണ്ടാക്കി കഴിച്ച ആൾക്കാരാ. അപ്പൊ എനിക്ക് തന്നില്ലായിരുന്നു. ഉണ്ടാക്കി കഴിയുമ്പോഴല്ലേ വരുള്ളൂ. ഉണ്ടാക്കണതിന് മുൻപ് വരില്ലല്ലോ. ഉണ്ടാക്കി കഴിയുമ്പോ ഞാൻ ചോദിച്ചിട്ടുള്ള ഇത് കുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അതെ, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ എന്തായാലും നേരിട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ നേരിട്ട് കാണുന്നത് പാൽപ്പൊടി നെയ്യിലും മിക്സ് ചെയ്ത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോ തന്നെ അത് ആർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കാതെ. കിച്ചൂസിന്റെ ബർത്ത്ഡേക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും ഉണ്ടാക്കണം കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഞാനിത് ഉണ്ടാക്കണം കണ്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ധൈര്യമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു. ഷുഗർ ഇല്ലാത്തവര്, ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ അത്യാവശ്യം കുറച്ച് മധുരം ഞാൻ പ്രത്യേകം പറഞ്ഞു. ഓവറായിട്ട് ഇടരുത്, ഇൻക്ലൂഡിങ് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് മീഡിയം മധുരത്തിലിടുക. പിന്നെ ഞാനത് ഇത് ഒരു 3-4 ജനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഉലുവപ്പൊടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ടീമിൽ. 1 സ്പൂൺ ഉലുവപ്പൊടി കൂടി കഴിച്ചപ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ പോയി കിട്ടി. അതല്ല, ടേസ്റ്റ് പോയാലും വേണ്ടിയില്ല. ഷുഗർ കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങോട്ട് ശരീരത്തിന് ഷുഗർ കൂടരുതല്ല. അപ്പോൾ അതും കൂടി കഴിച്ച് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കും. നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും പിന്നെ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡയല്ല. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റവയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. റവയൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ റവ സോഫ്റ്റായി വരും. ഈ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പാൽപ്പൊടിയും
അതുപോലെ തന്നെ മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കുക. ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ പൊട്ടി വിടർന്ന് വരും നമ്മുടെ ഗുലാബ് ജാമുൻ. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലിരുന്ന നെയ്യ് ആയതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ആയി വരണം. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ പാല് ചേർക്കാം. ഒരുമിച്ച് തന്നെ പാല് മുഴുവൻ ചേർക്കരുത്, നമ്മുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. വളരെ കുറച്ചായിട്ട് ആഡ് ചെയ്യണം. ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് പാല് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, തിളപ്പിച്ച പാലല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലും അല്ല. നമ്മൾ എടുക്കുന്ന പാൽപ്പൊടി അനുസരിച്ച് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. ഞാൻ ഈ റവയും കൂടി ഇതിലേക്ക് ചേർക്കാണ്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. നമ്മൾ ചപ്പാത്തിയുടെ പൊടി കുഴയ്ക്കുന്ന പോലെ വല്ലാതെ ബലത്തിൽ കുഴയ്ക്കരുത്. നമ്മൾ കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക, നമുക്ക് കറക്റ്റായിട്ട് ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആവുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ആവുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി പാല് ചേർക്കുകയാണ്. കറക്റ്റ് ഷേപ്പായി വന്നിട്ടില്ല. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഉരുണ്ട് ഇതുപോലെ ബോളായിട്ട് വരുന്നുണ്ട്. ഇത്രയും മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ബലത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല ഹാർഡായി പോവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെ ഹാർഡായിട്ടുള്ള ഗുലാബ് ജാമുൻ കഴിക്കേണ്ടി വരും. ഇതൊട്ടും കട്ടയില്ലാതെ കുഴയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ കട്ടയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബോൾസ് റെഡിയാക്കി എടുക്കാം. അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ ഈ മാവ് ഡ്രൈ ആയിപ്പോവും. നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ മിക്സ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. അധികം വലിയ ബോൾസ് ആക്കണ്ട. നമ്മൾ കയ്യിൽ നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യ് ഇതിലുള്ളത് കൊണ്ട് നമുക്ക് നെയ്യ് തടവാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ബലത്തിൽ തന്നെ ബോൾസ് ഉരുട്ടിയെടുത്തോളൂ. ബോൾസ് ഉരുട്ടുമ്പോൾ കുറച്ച് ബലം കൊടുത്താലേ പൊട്ടാതെ കിട്ടുള്ളൂ. ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ റെഡിയാക്കുന്നത്. 2 കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിലുള്ള ബോൾസ് റെഡിയായി കിട്ടും. കണ്ടോ? അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് വലിപ്പത്തിൽ ബോൾസ് ഉരുട്ടിയെടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് വലുതായി വരും നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ ബോൾസ് ഉരുട്ടാൻ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാല് ചേർക്കാം കേട്ടോ. 1 ടീസ്പൂണും കൂടി 1-1.5 ടീസ്പൂൺ പാല് ചേർത്ത് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ഈ ബോൾസ് എല്ലാം ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഉരുട്ടിയെടുത്തിരിക്കുന്ന അളവിൽ ചെറിയ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ 22 ബോൾസ് ഉണ്ട്. പിന്നെ ഒരു കുട്ടി ബോളും കൂടി ഉണ്ട്. അത് നമുക്ക് എണ്ണയുടെ ചൂട് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉരുട്ടിയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഓവറായിട്ട് അങ്ങോട്ട് ചൂടായി പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ എണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എണ്ണയുടെ ചൂട് കൂടിയിട്ട് പുറം ഭാഗം കരിഞ്ഞു വരും, ഇൻസൈഡ് കുക്കാവില്ല. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ കുട്ടി ബോൾ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാണ്. എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇതുപോലെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇനി ഓവറായിട്ട് അങ്ങോട്ട് ചൂടാവണ്ട. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഒരു 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം, അതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരട്ടെ, ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് നമുക്ക് പതുക്കെ അനക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കായിട്ട് വയ്ക്കുക. ഇത് കുറച്ച് സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലോയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്തേ ഫ്രൈ ആയി വരുള്ളൂ. നമ്മൾ ബോൾസ് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുതെന്ന് പറയുന്നത്. പതുക്കെ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസിൻ്റെ ഒരു സൈഡ് ഇത് കണ്ടോ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പതുക്കെ ഇതുപോലൊന്ന് അനക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കരുത്. എല്ലാ സൈഡും ഒരുപോലെ ആയി വരാനാണ് നമ്മൾ ഇതുപോലൊന്ന് അനക്കി കൊടുക്കുന്നത്. ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിലേ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ തന്നെ ബോൾസ് കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലേക്കും കൂടി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ വലിപ്പം വെച്ച് വരും. അപ്പോൾ നമുക്ക് ഒട്ടും പൊട്ടിപ്പോവാതെ നമ്മുടെ ബോൾസ് ഫ്രൈ ആയി കിട്ടും. നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബോൾസ് ചിലപ്പോൾ ഭയങ്കര ബലമായിരിക്കും, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് പാല് കുറവാണെങ്കിൽ. അത് നിങ്ങൾ കുഴച്ച് നോക്കിയിട്ട് ഒരു ബോൾ ഉരുട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും കുറച്ച് പാല് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലേ എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഫ്രൈ ആയി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് എണ്ണ പോകുന്നത് വരെ ഇതുപോലൊന്ന് പിടിച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായി മാറിയതിന് ശേഷം വേണം നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു കിച്ചൺ ടിഷ്യൂ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ബോൾസ് വയ്ക്കുന്നത്. എന്തെങ്കിലും കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്ക ചതച്ചതും ചേർക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം, താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഗുലാബ് ജാമുന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിനായിട്ട് 1.25 കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ. ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് പഞ്ചസാര നന്നായി മെൽറ്റായി നന്നായിട്ട് ബബിൾസ് വരണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലായി പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെറുനാരങ്ങ പിഴിയുന്നത്. ഒരുപാട് വേണ്ട, ഒരു 1-1.25 ടീസ്പൂണോ മതി. ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനൊരു അഭിപ്രായം പറയാന്ന് വെച്ചപ്പോൾ നീ ഇത് സമ്മതിക്കണല്ല, എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇത് ഷുഗർ സിറപ്പിൽ ഇടുന്നതിനേക്കാൾ മുൻപ് ഇങ്ങനെ ഫ്രൈ ആക്കി വെക്കുമ്പോഴേ ഒന്ന് എടുത്ത് കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ബേക്കറിയിലേക്ക് ഇരിക്കാൻ നേരത്ത് എനിക്കത് വലിയ ഇഷ്ടമില്ല. ഒരു ഓവർ മധുരമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് മധുരം കുറച്ച് ഇട്ടിട്ടുണ്ട് ഈ
സിറപ്പിൽ. എന്നാലും ഞാൻ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു 3-4 എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കിക്കോ. ഇത് പറയാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണല്ലേ, പറയണ്ടേ ഞാൻ ശരിക്കും എല്ലാവരോടും. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാൽക്കുലേഷനിൽ ഇത്ര എണ്ണം ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു കൂട്ടോ. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ എണ്ണം കുറഞ്ഞിട്ട് വേറെ ആർക്ക് കൊടുക്കാൻ? ഞാനത് കഴിക്കാനും പോകണം. കിച്ചൂസിന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാനൊരു 4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്, ഒന്ന് തിക്കായി വരാനായിട്ട്, 1 സ്ട്രിങ് ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കൺസിസ്റ്റൻസി ആയി വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണം, അധിക സമയം തിളയ്ക്കേണ്ട, 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഗുലാബ് ജാമുൻസ് ആഡ് ചെയ്യുമ്പോൾ ചെറിയ ചൂടോടുകൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഷുഗർ സിറപ്പ്, ഈ ബോൾസ് ഷുഗർ സിറപ്പ് വലിച്ചെടുക്കുള്ളൂ. ഒന്ന് തിളയ്ക്കട്ടെ, അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിലിപ്പോൾ ഏലക്ക ചതച്ചിടണം എന്നുള്ളതിന് പകരം ഏലക്ക പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതിനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കാൻ എടുക്കാൻ പാടുള്ളൂ, അപ്പോഴത്തേക്ക് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബോൾസ് ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. 1 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പിന്നെ നമുക്കിത് പിസ്ത ഉപയോഗിച്ചിട്ടോ ആൽമണ്ട്സ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇത് അടച്ച് തന്നെ വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആ ബോൾസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം റെഡി ആയി. നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുത്തപ്പോൾ ചെറിയ ബോൾസ് ആയിരുന്നു, വളരെ ചെറിയ ബോൾസ് ആയിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, നന്നായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ ഒക്കെ നമ്മുടെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.